ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സിമ്പിൾ സർക്യൂട്ട്. സിമ്പിൾ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാമ്പിനെ അല്ലെങ്കിൽ ഒരു ഫാനോ ലാമ്പോ എന്ത് തന്നെയായിരുന്നു ഒരു ട്യൂബോ ഒരു സ്വിച്ച് വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ സിമ്പിൾ സർക്യൂട്ട് എന്നുള്ളത്. ഇതെല്ലാം നമ്മളെല്ലാവരും വീടുകളിലൊക്കെ അത്യാവശ്യത്തിന് ചെയ്യുന്ന കാര്യമാണ്. ഒരു അത്യാവശ്യം ഒരു സ്ഥലത്തേക്ക് ഒരു ലൈറ്റ് കണക്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരു ലാമ്പിനെ എടുത്ത് കുറച്ച് വേറുമായിട്ട് കണക്ട് ചെയ്ത് പ്ലഗിലേക്ക് കൊടുത്ത് കത്തിക്കാം, സോക്കറ്റിലേക്ക് കൊടുത്ത് കത്തിക്കാം. അതേ കണക്കിലൂടെ നമ്മൾ അതിനെ ശരിക്കും ടെക്നിക്കലായിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മളോട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ സർക്യൂട്ടിൻ്റെ പേരാണ് സിമ്പിൾ സർക്യൂട്ട്. അതിന് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ടെക്നിക്കലായിട്ട് പറയുമ്പോൾ ഒരു ലാമ്പ് കൺട്രോൾഡ് ബൈ വൺ സ്വിച്ച്, ഒരു ലാമ്പിനെ ഒരു സ്വിച്ച് കൊണ്ട് കൺട്രോൾ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു സർക്യൂട്ട് നമ്മൾ ഔദ്യോഗികമായി കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന ആളുടെ സേഫ്റ്റി നോക്കണം, ചെയ്യുന്ന സ്ഥലത്തിൻ്റെ സേഫ്റ്റി നോക്കണം, അത് ഉപയോഗിക്കുന്ന ആളുടെ സേഫ്റ്റി നോക്കണം, ഉപരിയായിട്ട് ആ സർക്യൂട്ടിൻ്റെ സേഫ്റ്റി നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കത് ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലാമ്പും സ്വിച്ചും മാത്രം പോരാ. അപ്പോൾ ലാമ്പ് അതിനെ ഒരു സ്വിച്ച് കൊണ്ട് കൺട്രോൾ ചെയ്യാം, അതൊരു സേഫ്റ്റിയാണ്. പക്ഷെ എന്നിരുന്നാലും അത് മാത്രം പോരാ, ആ കൺട്രോളിംഗ് ഡിവൈസ്, സ്വിച്ച് എന്ന് പറയുന്നത് കൺട്രോളിംഗ് ഡിവൈസാണ്. അതിനുപരിയായിട്ട് പ്രൊട്ടക്ഷൻ ഡിവൈസായ ഫ്യൂസും നമ്മൾ അതിനകത്ത്. ആ ഫ്യൂസ് പിന്നെ ഈ ന്യൂട്രലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ് തന്നെയാണ്. അത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കൊരു നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപ്രകാരമൊക്കെ ഒരു സർക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 230 വോൾട്ട് AC 50 ഹെർട്സ് വരുന്ന ഒരു സിംഗിൾ ഫേസ് AC-ലാണ് നമ്മൾ ഈ സർക്യൂട്ടിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സിംഗിൾ ഫേസ് AC എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്രൽ ലൈനിലാണ് ഒരു ഫേസ് ലൈൻ. ഈ ഫേസ് ലൈനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റെഡ് വയർ വെച്ചിട്ടും ന്യൂട്രൽ വയറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് വയർ വെച്ചിട്ടും. അപ്പോൾ നമ്മൾ ഈ പ്രൊട്ടക്ഷൻ ഡിവൈസ് എല്ലാം നമ്മൾ പ്രൊട്ടക്ഷൻ ഡിവൈസും കൺട്രോളിംഗ് ഡിവൈസും നമ്മൾ ഫേസ് വയറിൽ തന്നെ കണക്ട് ചെയ്യാവൂ എന്നുള്ളത് ഒരു നിയമമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഫ്യൂസിനെയും സ്വിച്ചിനെയും ഫേസ് വയർ കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ലാമ്പിലേക്ക് വിടും, ആ ഫേസിനെ എടുത്ത് ലാമ്പിലേക്ക് വിടും. അപ്പോൾ ഈ സ്വിച്ച് വച്ചിരിക്കുന്നതിനും ചില പ്രത്യേകതകളുണ്ട്, അത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പറയാം. ഈ ലാമ്പുമായിട്ട് കണക്ട് ചെയ്തു, ലാമ്പിൻ്റെ മറൻ്റെ നേരെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ന്യൂട്രലിംഗ് കൊടുത്തു. ന്യൂട്രലിംഗിൻ്റെ അടുത്തൊരു കണക്ഷൻ നേരെ ന്യൂട്രലിൽ കൊടുത്തു. അപ്പോൾ ഇത് ടോട്ടലി ഒരു സർക്യൂട്ടാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ലാമ്പിൽ വന്നിട്ട് ലാമ്പിൻ്റെ മറഞ്ഞ് കൂടി നിന്ന് നേരെ ന്യൂട്രൽ അവസാനിക്കുമ്പോഴേ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്, ഒരു പരിപൂർണ്ണ സർക്യൂട്ടാണ്. അപ്പോൾ ഇത്രയും ഡിവൈസ്, അതായത് രണ്ട് പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് ന്യൂട്രലിംഗും ഒന്ന് ഫ്യൂസ്, പിന്നെ ഒരു കൺട്രോളിംഗ് ഡിവൈസായ സ്വിച്ച്, പിന്നെ ഒരു ലോഡ്. ഇവിടെ നമുക്ക് ഒരു എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് AC സിസ്റ്റമാണ് എനർജി സോഴ്സ് ആയിട്ട്. പിന്നെ ഇതിനെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന വയർ. അങ്ങനെ നോക്കുമ്പോൾ ഈ എനർജി സോഴ്സ് 1, കണക്ട് ചെയ്യുന്ന വയർ 2, ഫ്യൂസ് 3, സ്വിച്ച് 4, ലാമ്പ് 5, ഫ്യൂസ് 6. ഇത്രയും ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വയറിംഗ് ചെയ്യാൻ പറ്റൂ. ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രമാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിന് ശേഷമുള്ള ഈ 2 പോയിന്റുകൾക്ക് ശേഷമുള്ള സർക്യൂട്ട് ആയിരുന്നു നമ്മൾ എപ്പോഴും ചെയ്തിട്ടുള്ളൂ. അത് പക്ഷേ ഒരു ഫുൾ അപ്രൂവ്ഡ് സർക്യൂട്ടല്ല. അതിൻ്റെ കൂടെ നമ്മുടെ ഈ കൺട്രോളിംഗ് ഡിവൈസും പ്രൊട്ടക്ഷൻ ഡിവൈസും ഒക്കെ കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ ആ സർക്യൂട്ടിൻ്റെ സേഫ്റ്റി 100% ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഒരു സർക്യൂട്ടിനെ നമുക്ക് ഔദ്യോഗികമായി ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ വർക്കിൻ്റെ ഒരു സർക്യൂട്ടിൻ്റെ സേഫ്റ്റി മൊത്തമാണ്. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുടെ സേഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾ ശരിക്കും ഷോക്ക് കിട്ടാതിരിക്കാനുള്ള ഫുഡ് കെയറുകൾ
ധരിക്കുക, ടൂൾസ് ഒന്നും തലയിൽ എഴുതാതിരിക്കാനായിട്ട് ഹെൽമെറ്റ് ധരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സേഫ്റ്റി പ്രിക്കോഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഇനി എൻവയോൺമെന്റ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ സർക്യൂട്ട് ചെയ്തിട്ടുള്ള ചുറ്റുപാടിലുള്ള സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചുറ്റുപാട് ഒരിക്കലും പൊല്യൂട്ടഡ് ആവാൻ പാടില്ല ഈ സർക്യൂട്ട് എൻഗേജ് ചെയ്യുമ്പോൾ. പിന്നെ മറ്റാർക്കും ഷോക്ക് വരാൻ പാടില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ പെർഫെക്റ്റ് ഇൻസുലേഷൻ വയ്ക്കുന്നു. നമ്മൾ ഹീറ്റ് ആകുമ്പോഴത്തേക്കും ഈ വയർ സർക്യൂട്ടിൽ എൻഗേജ് ചെയ്യുമ്പോൾ കണ്ടക്ടർ ഹീറ്റ് ആകുമ്പോഴത്തേക്കും പൊല്യൂട്ടഡ് ഫ്യൂംസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഇൻസുലേഷൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി ഇൻസുലേഷനാണ്. അപ്പോൾ അങ്ങനെ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി നല്ല ഗേജ്, അതായത് ഈ സർക്യൂട്ടിന് വേണ്ടി സേഫ് ആയിട്ടുള്ള ഗേജുള്ള വയറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പൊല്യൂഷൻസ് ഒന്നും വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. അപ്പോൾ ബേസൽ സേഫ്റ്റിയായി, സൈഡ് സേഫ്റ്റിയായി, പാർട്ട് സേഫ്റ്റി, 3 കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഡയഗ്രാമിലുള്ളത്. അപ്പോൾ ഒരു സിമ്പിൾ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ 5 കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. ഒരു എനർജി സോഴ്സ് ഉണ്ടായിരിക്കണം, നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നതിന് സേഫായിട്ട് കണ്ടക്ടർ ഉണ്ടായിരിക്കണം. നമ്പർ 3 എന്ന് പറയുന്നത് ഒരു ഫ്യൂസ് ഉണ്ടായിരിക്കണം, ഒരു സ്വിച്ച് ഉണ്ടായിരിക്കണം. അത് ഏതിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതിന് നമ്മൾ പൊതുവായിട്ട് നമ്മൾ ലോഡെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ലാമ്പാണ് വിളിക്കുന്നത്, നമ്മളാണ് എല്ലെന്ന് പറയുന്നത് ഇലക്ട്രോൺ ഇരിക്കുന്നത്. ആ ലാമ്പ് ലോഡുണ്ടായിരിക്കണം. പിന്നെ അതിന് ഒരു ന്യൂട്രൽ ലിങ്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ലാമ്പായി ന്യൂട്രൽ ലിങ്ക്, ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്താൽ മാത്രമേ ഒരു സിമ്പിൾ സർക്യൂട്ട്, കംപ്ലീറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്, 100% ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കണക്ഷൻ ഡയഗ്രം, സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ തന്നെ കണക്ട് ചെയ്തൊരു സർക്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ആ സർക്യൂട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ലാമ്പ്, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ലാമ്പ് കണക്ട് ചെയ്യണം, ഒരു ലാമ്പ് ഫിറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഭാവിയിൽ നിങ്ങൾ ആരെങ്കിലും വിളിക്കുന്നതിനിടെ ഈ ഡോറിൻ്റെ അവിടെ സ്വിച്ച് വയ്ക്കണം, പിന്നെ ലാമ്പ് കത്തിയാണെന്ന് നമ്മൾ എന്താണ് ഈ ഹാളിൻ്റെ അങ്ങേയറ്റത്ത് കത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് എൻ്റെ ലേഔട്ട്. അപ്പോൾ സ്വിച്ച് നമ്മൾ ഡോറിൻ്റെ അടുത്ത് ഫിറ്റ് ചെയ്യുക, ലാമ്പ് കൊണ്ടുവന്നിട്ട് ഇവിടെ വയ്ക്കുക, ഈ ഹാളിൻ്റെ അങ്ങേയറ്റത്ത് വയ്ക്കുക. അപ്പോൾ അതാണ് അവിടുത്തെ ലേഔട്ട്. പക്ഷേ ഇവിടെ നമ്മൾ തരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫൈഡ് ഒരു സ്റ്റാൻഡേർഡ് ലേഔട്ട് ആയിരിക്കും. പക്ഷേ നമ്മുടെ ഒറിജിനൽ വ്യൂവിൽ നോക്കുമ്പോൾ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അതാണ് നമ്മുടെ ലേഔട്ട്. അപ്പോൾ ആ ലേഔട്ട് ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചത് വരച്ച് കാണിച്ചില്ലെങ്കിൽ അത്രയും നമ്മൾ വീണ്ടും കൊണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ ലേഔട്ട്. ഇതൊരു എക്സ്പീരിയൻസ് സെറ്റപ്പ് ലേഔട്ട് മാത്രമാണ്. നമ്മുടെ ഒറിജിനൽ ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫ്യൂസും ന്യൂട്രലും ഒക്കെ ഇവിടെ കണക്ട് ചെയ്യും, ലാമ്പിനെ ഇവിടെ കണക്ട് ചെയ്യും, സ്വിച്ചിനെ ഇവിടെ കണക്ട് ചെയ്യും. അപ്പോൾ ഈ ലേഔട്ടിൻ്റെ ഈ ലിമ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്, 15 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഈ സെൻറ്റർ തൊട്ട് ഈ റൗണ്ട് ബ്ലോക്കിൻ്റെ സെൻറ്റർ വരെ 20 സെൻറ്റിമീറ്റർ. ഇവിടെ മുതൽ ഈ ബോക്സിൻ്റെ സെൻറ്റർ വരെ 20 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഈ ലേഔട്ട് പ്രകാരമാണ് നമ്മൾ നേരത്തെ വരച്ച കണക്ഷൻ ഡയഗ്രത്തിനെ നമ്മൾ വയറിംഗ് ഡയഗ്രമാക്കി മാറ്റിയിട്ട് വർക്ക് തുടങ്ങി. അപ്പോൾ നമുക്കിപ്പോൾ കണക്ഷൻ ഡയഗ്രം നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമുക്കറിയാം, നമുക്ക് ഒരു ലേഔട്ട് കിട്ടി. ആ ലേഔട്ട് പ്രകാരം ഇനി ആ കണക്ഷൻ ഡയഗ്രത്തിനെ എന്ത് ചെയ്യണം, സർക്യൂട്ട് ഡയഗ്രത്തിനെ വയറിംഗ് ഡയഗ്രമാക്കി മാറ്റണം. വയറിംഗ് ഡയഗ്രമാക്കി മാറ്റിയിട്ട് ആണ് നമ്മൾ വർക്കിലോട്ട് പോകുന്നത്. അപ്പോൾ വയറിംഗ് ഡയഗ്രം എങ്ങനെ വരയ്ക്കാൻ നിന്ന് അപ്പോൾ ഈ ലേഔട്ട് പ്രകാരം നമ്മൾ നേരത്തെ വരച്ച സർക്യൂട്ട് ഡയഗ്രത്തിനെ വയറിംഗ് ഡയഗ്രമാക്കി കൺവേർട്ട് ചെയ്തിരിക്കും. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസുകൾക്കൊന്നും ഒരു മാറ്റമില്ല. ആ സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ വയറുകളുടെ ത്രോയ്ക്ക് മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. വയർ
ലേഔട്ട് പ്രകാരം നമ്മൾ അങ്ങോട്ട് വെച്ച് അതിലേ ഫേസ് താഴെ സ്വിച്ചിൽ വെക്കുന്ന ശരി 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 കുട്ടികളുണ്ടോ? അപ്പോ അത് മൊത്തം ഇതുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കളിച്ച സർക്യൂട്ട് ഡയഗ്രത്തിനെ നമ്മൾ ഈ ലേഔട്ട് പ്രകാരമുള്ള വയറിംഗ് ഡയഗ്രമാക്കി മാറ്റിയിരിക്കും. അപ്പോൾ നേരത്തെ വരച്ച സർക്യൂട്ടും ഈ വയറിംഗ് ഡയഗ്രമായിട്ട് നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫേസ് വയറോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് വയർ നേരെ നമ്മൾ എന്ത് ചെയ്തു, എന്ത് കണക്ട് ചെയ്തു, ഫ്യൂസ് കണക്ട് ചെയ്തു. ഫ്യൂസിൽ നിന്ന് നേരെ ഈ ലേഔട്ട് പ്രകാരം ഇങ്ങനെ അടുത്ത വയർ കൊണ്ടുവന്നു ഇങ്ങനെ കണക്ട് ചെയ്ത് ഇവിടെ സ്വിച്ച് വെച്ചു. സ്വിച്ചിൻ്റെ അടുത്ത വയറിൽ നേരെ ഇവിടെ കൊടുത്തു, ഇവിടെ കൊണ്ടുവന്നിട്ട് ലാമ്പ് കൊടുത്തു. ലാമ്പിൻ്റെ മറുപടിൻ്റെ നേരെ ഇങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മളവിടെ ഫ്യൂസ് ന്യൂട്രൽ ലിങ്ക് കണക്ട് ചെയ്തു. ന്യൂട്രൽ ലിങ്കിൻ്റെ മറ്റേ ടെർമിനൽ, രണ്ടാമത്തെ ടെർമിനൽ എടുത്തിട്ട് നമ്മൾ ന്യൂട്രൽ കണക്ട് ചെയ്തു. അപ്പോൾ ഇതിന് ഈ ലേഔട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമ്മൾ സർക്യൂട്ട് ഡയഗ്രം നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് വരച്ച് ചെയ്യും. അപ്പോൾ ഇതേ കണക്കാണ് നമ്മൾ ആ സർക്യൂട്ട് ഡയഗ്രം നമ്മൾ ഈ സ്പെസിഫൈഡ് വർക്കിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇതിനനുസരിച്ചാണ് ബാക്കി എസ്റ്റിമേഷൻ കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഈ വയറിംഗ് ഡയഗ്രത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് വയറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം, ബാക്കി പൈപ്പിൻ്റെ ലെങ്ത്, വയറിൻ്റെ ലെങ്ത്, ബാക്കി ആക്സറീസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ വയറിംഗ് ഡയഗ്രത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എസ്റ്റിമേഷനിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഈ എസ്റ്റിമേഷനിലോട്ട് പോവുകയാണ്. എസ്റ്റിമേഷനിലോട്ട് പോകുമ്പോൾ എസ്റ്റിമേഷൻ നമ്മൾ ചെയ്യുന്നത് വർക്കിന്റെ സ്റ്റെപ്പ് അനുസരിച്ച് എസ്റ്റിമേഷൻ എഴുതി പോയി കഴിഞ്ഞാൽ നമുക്ക് എസ്റ്റിമേഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏത് വർക്കിനും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഈ ലേഔട്ട് നമുക്ക് കിട്ടി, ഇങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുക, ആ സ്ഥലത്ത് നമ്മൾ ഈ ലേഔട്ട് എവിടെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വരയ്ക്കുന്നു, ഇതേപോലെ വരച്ചു വെക്കാൻ നോക്കും. അപ്പോൾ വരച്ചു വെച്ചതിന് ശേഷമാണ് നമ്മൾ അതിനനുസരിച്ചുള്ള ആക്സറീസിനെ നമ്മൾ കണ്ടെത്തുന്നതും അതെല്ലാം കൂടി ക്രോഡീകരിച്ച് നമ്മൾ ആ വർക്ക് നമ്മൾ ഫിനിഷിങ്ങിലെത്തുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഡയഗ്രം നമ്മൾ ബോർഡിലേക്ക് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത തൊട്ടടുത്ത സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പൈപ്പ്, അതായത് ഇവിടെ തൊട്ട് ഇതുവരെയും നമ്മൾ കോൺക്രീറ്റ് പൈപ്പായിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിവിടെ സാധാരണയായിട്ട് നമ്മുടെ ലാബിൽ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് പൈപ്പ് എന്ന് പറയുന്നത് 20 mm കോൺക്രീറ്റ് പൈപ്പാണ്. അപ്പോൾ ആ 20 mm കോൺക്രീറ്റ് പൈപ്പ് മുറിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. അപ്പോൾ 15 സെന്റിമീറ്ററിന്റെ നീളത്തിലും ഒരു 20 സെന്റിമീറ്റർ നീളത്തിലും രണ്ട് പൈപ്പ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിലുപരിയായിട്ട് വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇവിടെ നമുക്ക് ഒന്നുകിൽ ഒരു ജംഗ്ഷൻ വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കീ വെക്കണം. അപ്പോൾ അതിൻ്റെ സൈസും കൂടി നമ്മൾ ഈ വരച്ച ലേഔട്ട്, ബോർഡിൽ വരച്ച ലേഔട്ടിനെ പുറത്ത് വെച്ചിട്ട് വേണം ആ ഡയമെൻഷൻ നമ്മൾ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ റൗണ്ട് ബ്ലോക്കിന്റെ സെന്റർ വരെയാണ് 20 സെന്റിമീറ്റർ. ഈ സ്വിച്ച് ബോക്സിന്റെ സെന്റർ വരെയാണ് 20 സെന്റിമീറ്റർ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വരച്ച ഈ വയറിംഗ് ബോർഡിൽ നമ്മൾ ഈ ഡയഗ്രം വരച്ചതിന് ശേഷം ആദ്യം നമ്മൾ ഇങ്ങനെയെല്ലാം വളരെ സിമ്പിളായിട്ട് അവിടെ ആ സ്ഥാനത്ത് നമ്മൾ എടുത്ത് വെക്കുക. ഉറപ്പിക്കണ്ട, എടുത്ത് വെക്കുക. എടുത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ പൈപ്പിന്റെ ലെഗ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബോർഡ് വേണം സാറേ, പാസി എന്റെ ബേസ് കണ്ടിട്ടില്ല, കയ്യിലാണോ? അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള റൗണ്ട് ബ്ലോക്ക്. ഈ റൗണ്ട് ബ്ലോക്കും ഈ സ്വിച്ച് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്വിച്ച് ബോക്സ്, ഇതാണ് സ്വിച്ച് ബോക്സ്.
അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ അളവ് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ ഈ സ്വിച്ച് ബോക്സിന്റെ അളവെന്ന് പറയുന്നത് 75 mm ലെങ്ത് ഉണ്ട്, 50 mm 50 mm വീതിയുണ്ട്, 75 mm നീളമുണ്ട്, 50 mm വീതിയുണ്ട്. ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് റൗണ്ട് ബോക്കാണ്. ഈ റൗണ്ട് ബോക്ക് 75 mm ഡയമീറ്റർ ഉണ്ട്, 25 mm ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് 25 mm, 75 mm ഡയമീറ്റർ. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ ലേഔട്ടിനെ നമ്മൾ ഇവിടെ തൊട്ട് ദൂരെ 50 mm, 50 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ, ഇവിടെ തൊട്ട് മേലോട്ട് 20, ഇവിടെ തൊട്ട് താഴോട്ട് 20. അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഈ റൗണ്ട് ബോക്കിന്റെ സെന്ററിനെ നമ്മൾ ഈ പോയിന്റിൽ നമ്മൾ ഫിക്സ് ചെയ്യും, എടുത്ത് വെക്കുക, ഇതേപോലെ വെക്കുക. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് 75ന്റെ ഹാഫ് എത്രയാണ്? 3.75 സെന്റിമീറ്റർ ഇങ്ങോട്ട് മാർക്ക് ചെയ്തൊരു ലൈൻ ഉണ്ട്. അതേപോലെ ഈ ബോക്സിന്റെ സ്വിച്ച് ബോക്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 75 mm ആണെന്ന് ഞാൻ പറഞ്ഞു. 75 mm ടോപ്പ് മുതൽ ബോട്ടം വരെ ഉള്ളത് 75 mm. അപ്പോൾ അതിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുക. സെന്റർ പോയിന്റ് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്യുമ്പോൾ 3.75 മാർക്ക് ചെയ്യുക. ഈ മാർക്ക് പോയിന്റ്, ഈ മാർക്കർ പോയിന്റ് നമ്മൾ ഈ എൻ പോയിന്റുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് വെക്കുക. കോയിൻസൈഡ് വെക്കുമ്പോൾ അതിങ്ങനെ കിട്ടും. ഇതാണ് അവിടുത്തെ. അതിനുശേഷം നമ്മൾ ഇതിന്റെ ടോപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കും, ചോക്കിട്ട് മാർക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ബോക്സിന്റെയും റൗണ്ട് ബോക്കിന്റെയും പൊസിഷൻ ഈ ഡയഗ്രത്തിൽ എവിടെ വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഈ പൈപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന ഈ കോൺക്രീറ്റ് പൈപ്പ് ഈ ഡയഗ്രത്തിന് അകത്തേക്ക് കയറി നിൽക്കണം. ഡയഗ്രത്തിനകത്തേക്കില്ല, ഈ റൗണ്ട് ബോക്സിനകത്തേക്കും ഈ സ്വിച്ച് ബോക്സിനകത്തേക്കും കയറി നിൽക്കത്തക്കവണ്ണം വേണം നമ്മൾ അളവെടുക്കുക. അപ്പോൾ അളവെടുക്കുമ്പോൾ നമ്മളൊരു വേറെ കഷ്ണമോ അല്ലെങ്കിൽ ഒരു പൈപ്പ് തന്നെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അളവെടുക്കുക. നമ്മൾ ആ പൈപ്പിന്റെ അളവ് നേരെ അങ്ങോട്ട് അകത്തോട്ട് ഒരു 1 സെന്റിമീറ്റർ അകത്തോട്ട് വെച്ചു. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യും. അപ്പൊ ഇവിടെ കുഴപ്പം പറ്റും. ഇവിടെ ഒരു ടീയോ ഒരു ജംഗ്ഷൻ ബോക്സോ വെക്കുന്നതിന്റെ അളവിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇപ്പൊ ആക്ച്വൽ ലെങ്ത് നമ്മൾ ഇതാണ് എടുത്ത് വെച്ചേക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആദ്യം നമ്മൾ ടി വേണോ ജംഗ്ഷൻ ബോക്സ് വേണോ ഏത് വേണോ എന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷം വേണം അത് അളവെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ജംഗ്ഷൻ ബോക്സിന് ഇങ്ങനെ വളരെ കെയർഫുള്ളായിട്ട് സെന്ററിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന പൈപ്പ് ഇതുവരെ കയറിയിട്ട് താഴെ വരുന്ന പൈപ്പ് ഇതുവരെ. അപ്പോൾ അത് മാർക്ക് ചെയ്യും, ആ പൊസിഷൻസ് മാർക്ക് ചെയ്യും. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഈ പൈപ്പിൻ്റെ ആക്ച്വൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇതുവരെ വരും. അപ്പോൾ നമ്മൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ലക്ഷണം ഇവിടെ ആൾറെഡി കാണാം. അതേപോലെ പഴയ പൊസിഷൻ വെച്ചു ഉണ്ടാവും. ഇത്രയും ഏകദേശം ഒരു സെന്റിമീറ്റർ നമ്മൾ ഇനിയും കട്ട് ചെയ്ത് കളയണം. അതിന് 1 സെന്റിമീറ്റർ കുറച്ചു മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ അളവെന്ന് പറയുന്നത്. ഇത്രയും ലെങ്ത് വേണം. 20 സെന്റിമീറ്റർ ആക്ച്വൽ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡയഗ്രാമിൽ നമ്മുടെ ലേഔട്ട് നമ്മൾ കണ്ടുപിടിച്ചതാണ്. എത്ര സെന്റിമീറ്റർ? 16 സെന്റിമീറ്റർ. പൈപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 16 സെന്റിമീറ്റർ. അപ്പോൾ ആ 16 സെന്റിമീറ്റർ നമ്മൾ ഇങ്ങനെ ഒരു വലിയ പൈപ്പ്. ഈ പൈപ്പ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് പൈപ്പ് 20 mm 60 ആയിരുന്നാലും അവൈലബിൾ സൈസ് എന്ന് പറയുന്നത് അവൈലബിൾ ലെങ്ത് എന്ന് പറയുന്നത് 3 മീറ്റർ. 3 മീറ്റർ പൈപ്പിൽ നിന്ന് നമ്മൾ 16 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് മുറിച്ചെടുക്കും. ആ എക്സ വെച്ചിട്ട് മുറിച്ചെടുക്കും.
അപ്പോൾ ആക്സ വെച്ച് മുറിച്ചതിന് ശേഷം മുറിച്ചെടുക്കും. ആക്സ ഫ്രെയിമുള്ള ആക്സ വേണം ഉപയോഗിക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ ഫ്രെയിം ഇല്ലാത്തതാണ് ഉപയോഗിക്കുന്നത്, കുഴപ്പമില്ല. ഫ്രെയിം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കട്ടിങ് പ്രാക്ടീസ് കറക്റ്റേ വരുള്ളൂ. വളരെ വളരെ പെർപെൻഡിക്കുലറായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇതിൻ്റെ ഏറ്റവും കൂടെ ഒന്ന് പിടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫ്രെയിം ഈ ടൂളിനെ പറ്റി ഞാൻ കട്ട് ചെയ്തതിന് ശേഷം പറയാം. ആക്സ ഫ്രെയിമാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ കറക്റ്റ് സൈസിൽ നമ്മൾ അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കറക്റ്റ് സൈസാണ്. ബ്ലോക്കിന്റെ സെന്റർ തുടങ്ങിയതാണ്. സെന്റർ നമുക്ക് പെട്ടെന്ന് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് ബ്ലോക്കിന്റെ സെന്റർ. സ്ക്രൂ ചെയ്യുന്ന അവിടെയാണ്. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് വെച്ചാൽ കണ്ടില്ല കറക്റ്റ് സൈസിൽ അവിടെ നമുക്ക് പൈപ്പിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ ക്ലിയർ, ഒരു വ്യത്യാസം. അപ്പോൾ ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് ബാക്കി 3 സ്ഥലത്തിൽ പൈപ്പിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അവിടെ തന്നെ വരച്ചിട്ടുണ്ട്. അത് ഇവിടെ 20 ആയതുകൊണ്ട് ഇവിടെ 16 ആയിരിക്കും എന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. കാരണം നമ്മൾ താഴെ ഉപയോഗിക്കുന്നത് സ്വിച്ച് ബോക്സിന്റെ അളവ് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ പഴയതുപോലെ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മളത് ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തപ്പോൾ കിട്ടിയ ലെങ്ത് നമ്മൾ വീണ്ടും മെഷർ ചെയ്ത് നോക്കുക. മെഷർ ചെയ്ത് നോക്കിയതിന് ശേഷം ഇവിടെ 16 സെന്റിമീറ്റർ ഉണ്ട്. അപ്പോൾ 16 സെന്റിമീറ്ററിന്റെ ഒരു എടുക്കുക. അതിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ആവും. അപ്പോൾ താഴത്തെ പീസും ഇനി നമ്മൾ ഇങ്ങോട്ടുള്ള ലെങ്ത് കണ്ടുപിടിക്കും. വീണ്ടും പഴയതുപോലെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ നമ്മുടെ കീയുടെ പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് നോക്കുക. അപ്പോൾ നമുക്കൊരു 13.7 സെന്റിമീറ്റർ ഉണ്ട്. 13.7 സെന്റിമീറ്ററിൽ നമ്മൾ ഒരു പൈപ്പ് എടുത്ത് ഇടുകയാണ്. അപ്പോൾ 20 സെന്റിമീറ്ററാണ് നമുക്ക് ഓവറോൾ ഡയമെൻഷൻ പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ പൈപ്പ് കട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ 20 സെന്റിമീറ്റർ വെച്ച് പൈപ്പ് കട്ട് ചെയ്താൽ നമ്മുടെ ലേഔട്ടൊക്കെ എക്സലായി പോകും. നമ്മൾ ഒരു പർട്ടിക്കുലർ ഡയമെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയമെൻഷനിൽ തന്നെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റൂ. ഡയമെൻഷൻ പെർഫെക്റ്റ് ആയിരിക്കും. ഡയമെൻഷനാണ് ഒരു എഞ്ചിനീയറിംഗിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോഴത്തേക്ക് ആ എഞ്ചിനീയറിംഗ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഡയമെൻഷന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, നമുക്കിങ്ങനെ പൈപ്പ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു സംരംഭമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടീ വെച്ചിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് ജംഗ്ഷൻ വെച്ചിട്ട് വേറെ കൂടി. അപ്പോൾ ഇനി നമ്മൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാഡിൽസിന്റെ പൊസിഷനാണ് നമ്മൾ നോക്കേണ്ടത്. സാഡിൽസിന്റെ പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമുക്ക് ആ വഴി തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. ഈ ലെങ്ത് നോക്ക്, അതായത് നമ്മുടെ ടീയുടെയും സ്വിച്ച് ബോക്സിന്റെയും ലെങ്ത് നമുക്കറിയാം 14 സെന്റിമീറ്റർ. അപ്പോൾ അതിന്റെ സെന്ററാണ് മാർക്ക് ചെയ്യുന്നത് 7 സെന്റിമീറ്റർ. മുകളിലൊക്കെ നോക്കുക, അത് 15 സെന്റിമീറ്റർ. അപ്പോൾ 7.5 സെന്റിമീറ്റർ. ഇവിടുത്തെ 14 സെന്റിമീറ്റർ. അപ്പോൾ 7 സെന്റിമീറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ സാഡിൽസിന്റെ പൊസിഷൻ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 20 mm സാഡിൽസ് നമ്മൾ ഇവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. എല്ലാ സാഡിലും സെന്ററുകളിൽ നിൽക്കും. ഇവിടെ വേണം, ഇവിടെ വേണം, ഇവിടെ വേണം. അപ്പോൾ സാഡിൽസിന്റെ പൊസിഷനായി പൈപ്പിന്റെ ലെങ്ത് വേണം. അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ
ഇനി നമുക്ക് പൈപ്പ് മൊത്തം കട്ട് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തു. ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് സാഡിൽസ് പകുതി ഉറപ്പിച്ച് വെച്ചുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് വെച്ചുകൊണ്ട് ചെയ്താലും മതി. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യും. അപ്പൊ ഇതാണ് അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതാർക്ക് മനസ്സിലായി കാണുമല്ലോ. പൈപ്പിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റൗണ്ട് ബോട്ടിന്റെ ഡയമെൻഷൻ നോക്കുക, സ്വിച്ച് ബോക്സിന്റെ ഡയമെൻഷൻ നോക്കുക, സ്വിച്ച് ബോക്സ് കറക്റ്റ് പോയിന്റിൽ പൊസിഷൻ ചെയ്യുക, രണ്ട് സ്ഥലത്തും റൗണ്ട് ബോക്സ് പൊസിഷൻ ചെയ്യുക. അതിനുശേഷം ടോപ്പ് മാർക്ക് ചെയ്യുക. ജംഗ്ഷൻസോ ടീയോ അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക. അതിന്റെ പൊസിഷൻസ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിനു ശേഷം അതിന്റെ പൈപ്പിന്റെ ഡയമെൻഷൻ നോക്കുക. ഡയമെൻഷൻ നോക്കിയിട്ടാണ് നമ്മൾ പൈപ്പിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടീയുടെ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ടീ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ടീയിൽ പൈപ്പ് കയറി വരുന്നത് വരെ എടുക്കണം. ടീയുടെ ഇവിടെ വെച്ച് മാർക്ക് ചെയ്തില്ല. ടീയുടെ ഈ നെക്ക് എന്ന് പറയുന്നത് പൈപ്പിന്റെ നെക്ക് ഇതുവരെ വരും. ടീയുടെ നെക്ക് എന്ന് പറയുന്നത് ഇതുവരെ വരും. അപ്പോൾ അതാണ് നമ്മുടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അതാണ് പൈപ്പ് ഇതുവരെ ഇങ്ങനെ കയറി വരും. അപ്പോൾ അതാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അതേപോലെ തന്നെ നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന വെച്ചാൽ ഈ പൈപ്പ് ഇതുവരെ കയറി വരും. അതാണ് കാണിച്ചത്. ഇനി നമ്മൾ ഈ സാഡിൽസ് വെച്ചെടുത്ത് നമ്മൾ എന്ത് ചെയ്യാം? സാഡിൽസിനെ ഉറപ്പിക്കും. സാഡിൽസിന്റെ സെന്റർ നോക്കിയിട്ട് സാഡിൽസിനെ ഉറപ്പിക്കും. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ആക്സസറീസിന്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകും. അപ്പോൾ ആക്സസറീസ് നമ്മൾ പറഞ്ഞു. പൈപ്പ് പ്രധാനമായിട്ടും നമ്മൾ ആദ്യം എടുക്കുന്ന പൈപ്പാണ്. അപ്പോൾ പൈപ്പിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 mm ആണ്. അത് നമ്മൾ പറഞ്ഞു. റിജിഡ് കോൺഡ്യൂട്ട് പൈപ്പ് അല്ലെങ്കിൽ PVC കോൺഡ്യൂട്ട് പൈപ്പ് എന്നൊക്കെ നമ്മൾ പറയും. ബാൽക്കോ എന്ന് പറയുന്ന കമ്പനിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 20 mm ആണ് ഇതിന്റെ ഡയമീറ്റർ. ആ പൈപ്പിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ അവൈലബിൾ സൈസ് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. 3 മീറ്ററിന്റെ പൈപ്പുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആണ് 20 mm കോൺഡ്യൂട്ട് പൈപ്പ്. എത്ര സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വേണ്ടി വന്നത് ഇവിടെ 14 സെന്റിമീറ്റർ, ഇവിടെ 14 സെന്റിമീറ്റർ, ഇവിടെ 14 സെന്റിമീറ്റർ. അങ്ങനെ 14, 14, 28, 10, 38 സെന്റിമീറ്റർ ആണ് പൈപ്പിന്റെ. അപ്പോൾ നമ്മുടെ എസ്റ്റിമേഷൻ്റെ നമ്മൾ ആദ്യം സീരിയൽ നമ്പർ എഴുതുക. സീരിയൽ നമ്പർ, മെറ്റീരിയൽസ് റിക്വയർഡ്, അല്ലെങ്കിൽ എന്താണ് മെറ്റീരിയൽ ഡീറ്റെയിൽസ്, പിന്നെ ക്വാണ്ടിറ്റി. അപ്പോൾ ക്വാണ്ടിറ്റിയിലെ മെറ്റീരിയൽ ഡീറ്റെയിൽസിൻ്റെ അവിടെ എഴുതുക എന്താണ് 20 mm കോൺഡ്യൂട്ട് പൈപ്പ്. ക്വാണ്ടിറ്റിയുടെ അവിടെ എഴുതുക 38 സെന്റിമീറ്റർ. സോറി, അത് തെറ്റിപ്പോയത്. 28, 10, 38, 42 സെന്റിമീറ്റർ. 42 സെന്റിമീറ്റർ ആണ് വേണ്ടി വരുന്നത്. ഇതൊരു 14 പീസ്, ഇതൊരു 14 പീസ്, ഇവിടെ ഒരു 14 പീസ്. അങ്ങനെ 42 സെന്റിമീറ്ററിന്റെ പൈപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൂ ആണ്. സാഡിൽസ് ആണ്. 20 mm സാഡില് 3. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഡിൽസ് ആയി കഴിഞ്ഞാൽ സാഡിലിന്റെ സ്ക്രൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സാഡിലിന്റെ സ്ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഡിൽ ഉപയോഗിക്കുന്ന സ്ക്രൂ ഇതാണ്. ഈ സാധനമാണ് സാഡിലിന്റെ സ്ക്രൂ. നല്ല സാറേ ഫോക്കസ് കിട്ടുന്നുണ്ടാവുന്ന കഴിഞ്ഞാൽ സാഡിലിന്റെ സ്ക്രൂ. ഈ സ്ക്രൂവിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ 2 പാർട്ടുണ്ട്. ഇതിന്റെ ഈ പാർട്ടിനെ, ഞാൻ ഈ തൊടുന്ന പാർട്ടിനെ ഹെഡ് എന്നാണ് പറയുന്നത്. അവിടെയാണ് ഒരു സ്ലോട്ട്, ഒരു ഗ്രൂവ് ഒക്കെ ഉള്ളത്. അവിടെയാണ് നമ്മൾ
എന്താണ് സ്ക്രൂ ഡ്രൈവർ ഉറപ്പിക്കുന്ന ഇവിടെയാണ്. പിന്നെ ഇതിൻ്റെ ടൈലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഡയമെൻഷനിൽ പറയേണ്ടി വരും. ഈ ഒരു സ്ക്രൂ മേടിക്കണമെങ്കിൽ ഈ രണ്ട് ഡയമെൻഷനും ഉണ്ടാവണം. ഈ ഹെഡിൻ്റെ സംബന്ധിച്ച് അതിൻ്റെ ഡയമീറ്ററാണ് പറയുന്നത്, ടൈലിനെ സംബന്ധിച്ച് അതിൻ്റെ ലെങ്താണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് 6 mm ഡയമീറ്ററുള്ള ഒരു ഹെഡാണ് നമ്മൾ ഈ സ്ക്രൂവിൽ ഉപയോഗിക്കുന്നത്. 6 mm ഡയമീറ്റർ. പിന്നെ ടൈലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ, 13 mm ആണ് ടൈലിൻ്റെ ലെങ്ത്. 6 mm ഹെഡിൻ്റെ ഡയമീറ്റർ, 13 mm ടൈലിൻ്റെ ലെങ്ത്. അപ്പോൾ ആ ഒരു സ്ക്രൂ ആണ് നമ്മൾ ഈ സാഡിൽ ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഇങ്ങനെയായിരിക്കും നമ്മളവിടെ ഉറപ്പിക്കുന്നത്. അപ്പോൾ സാഡിലായി. അടുത്ത ഈ സ്ക്രൂ എത്ര എണ്ണം വേണം? സാഡിൽ 3 എണ്ണം, GA സാഡിൽ 20 mm, 3 numbers വേണം. അടുത്തത് സ്ക്രൂ എന്ന് പറയുന്നത് 6 numbers ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതേ സ്റ്റെപ്പിലാണ്, ഇതേ ഹെയറാർക്കിയിലാണ്, ഇതേ സീരിയൽ നമ്പറിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ അത് ഈ രീതിയിൽ നമ്മൾ എഴുതി പഠിച്ചാൽ, എസ്റ്റിമേറ്റ് ചെയ്യാൻ പഠിച്ചാൽ, നമ്മൾ ഇനിയിപ്പോൾ വലിയ വർക്ക് എത്ര കോടിക്കണക്കിന് രൂപയുടെ വർക്ക് ആയിരുന്നാലും ആ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാതെ ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ പഠിക്കുമ്പോൾ നല്ല അടിസ്ഥാനമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാപ്പാടം പഠിക്കേണ്ടി വരില്ല. ഒരൊറ്റ എക്സ്പീരിയൻസിൻ്റെ സ്ട്രക്ചർ മാത്രം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി, അല്ലെങ്കിൽ ആ വർക്കിൻ്റെ സ്ട്രക്ചർ മനസ്സിലുണ്ടായിരുന്നാൽ നമുക്ക് ഏത് എസ്റ്റിമേഷനും ഒരു സ്കിപ്പിങ്ങും ഇല്ലാതെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യുന്ന ആ ഹയറാർക്കിയിൽ തന്നെ എഴുതി പോകും. അപ്പോൾ ഇനി നമുക്ക് തൽക്കാലം ഈ മെറ്റീരിയൽസിൻ്റെ കാര്യം അവിടെ നിർത്തിയിട്ട് ടൂൾസ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിന് സമാന്തരമായിട്ട് കൊണ്ടുവേണ്ടി വരും. അപ്പോൾ ടൂൾസിൻ്റെ ഡീറ്റെയിൽസ് എഴുതുന്നതും ഈ ഹയറാർക്കി അനുസരിച്ച് തന്നെ എഴുതി പോകും. അപ്പോൾ ഒരു ടൂളും നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകില്ല, നമ്മൾ അറിയാതെ ഒരെണ്ണം വിട്ടുപോകും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പൈപ്പ് എടുത്തു, പൈപ്പ് കട്ട് ചെയ്യും. പൈപ്പ് കട്ട് ചെയ്യാനായിട്ട് എന്തിനാണ് ഈ ഹാക്സാ. ഈ ഹാക്സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്സാ, അപ്പോൾ ഒരു ഹാക്സാ എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് കടയിൽ മേടിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ടെക്നിക്കൽ പേഴ്സൺസ് കുറച്ച് ഡീറ്റെയിൽസ് കൂടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഹാക്സായ്ക്ക് തന്നെ 2 പാർട്ടുണ്ട്. ആ 2 പാർട്ട് എന്ന് പറയുമ്പോൾ ഒന്നെന്ന് പറയുന്നത് ഹാക്സാ ഫ്രെയിം ഇൻക്ലൂഡിങ് ഹാൻഡിലുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രെയിം. പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു പാർട്ടാണ് ഈ ഹാക്സാ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബ്ലേഡ് എന്നൊക്കെ പറയും, ഹാക്സാ ബ്ലേഡ് എന്നൊക്കെ പറയും. ഇതിന് ഹാൻസാ എന്നാണ് പറയുന്നത്. ഹാക്സാ എന്ന് പറയുന്നത് ഹാൻസ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒറിജിനൽ പേര്. കൈകൊണ്ട് ഉപയോഗിക്കുന്ന സായതുകൊണ്ട് ഹാൻസ. അപ്പോൾ ഇതിൻ്റെ ബ്ലേഡിന് ഇതിൻ്റെ ടീത്തിനൊരു പ്രത്യേകതയുണ്ട്. സാറേ ടീത്ത് കാണാൻ പറ്റും? ടീത്ത് ഒരു സ്പെസിഫൈഡ് ആംഗിളിലാണ് ടീത്ത് ഇരിക്കുന്നത്. അപ്പോൾ ആ ടീത്ത് ഉറപ്പിക്കുന്നതിന്, ഈ ബ്ലേഡ് ഫ്രെയിമിൽ ഉറപ്പിക്കുന്നതിന് നമ്മൾ ആ ആംഗിൾ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് ആംഗിള് ഇപ്പോൾ ഇതിന്റെ ആംഗിൾ എങ്ങോട്ടാണ് ഇരിക്കുന്നത്? വലതു ഭാഗത്തേക്കാണ് ഇൻക്ലിനേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രെയിം തള്ളുന്നത് താഴേക്കാണ് തള്ളുന്നത്. അപ്പോൾ താഴേക്ക് തള്ളുമ്പോൾ കട്ടായി പോകണം. താഴേക്കാണ് നമ്മൾ പവറായിട്ട് കട്ട് ചെയ്യുന്നത്. തിരിച്ചു വലിക്കുന്നത് നമ്മൾ ലൈറ്റായിട്ടായിരിക്കും വലിക്കുന്നത്. ഇങ്ങനെ താഴേക്ക് തള്ളും, തിരിച്ച് ലൈറ്റായിട്ട് എടുക്കും. താഴേക്ക് ശക്തിയായി തള്ളും, തിരിച്ച് ലൈറ്റായിട്ട് എടുക്കും. അതാണ് നമ്മുടെ ഒരു കട്ടിങ് രീതി. അപ്പോൾ ഈ നമ്മുടെ ആക്സാ ബ്ലേഡിൻ്റെ ആംഗിള് താഴേക്ക് ഇരിക്കത്തക്ക വേണം ഫിറ്റ് ചെയ്യാൻ. അതായത് ഇങ്ങനെ തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കട്ടിങ് ശരിക്കും നടക്കത്തില്ല. അഥവാ കട്ടായാൽ തന്നെയും അതിനൊരു പെർഫെക്ഷൻ കാണത്തില്ല. എന്നിട്ട് നമ്മുടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ ഉപയോഗിച്ച് ഇതിനെ നല്ലതുപോലെ
നല്ലതുപോലെ ഇതുമാതിരി ടൈറ്റ് ചെയ്യാം. ഇതാ കണ്ടില്ലേ, നല്ല ടമ്പറായിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ കട്ടിങ് കറക്റ്റ് ആവും. അപ്പോൾ ആക്സാ ബ്ലേഡ്, ആക്സാ ഫ്രെയിം വിത്ത് ബ്ലേഡ്, ടൂൾസ് റിക്വയർഡിൽ എഴുതുക സീരിയൽ നമ്പർ ഓൺ ആക്സാ ഫ്രെയിം വിത്ത് ബ്ലേഡ്. 300 mm ആണ് ഇതിൻ്റെ സൈസ്, 300 mm. അപ്പോൾ ഇതാണ് ആക്സാ ബ്ലേഡിനെ പറ്റി പറയാൻ. ഇനി അടുത്തത് നമ്മൾ സാഡിൽ ഉറപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. സാഡിൽ ഉറപ്പിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് സാഡിന്റെ പൊസിഷനുകൾ മനസ്സിലാക്കി വെച്ചിട്ട് അവിടെ മാർക്കിംഗ് കൊടുത്തതിന് ശേഷം അവിടേക്ക് പോക്കർ ചെയ്യും. അപ്പോൾ ഇതിന്റെ സെന്റർ, സാഡിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആ സെന്റർ നമ്മുടെ ലേഔട്ടിന്റെ മോളിന് വരുന്നത് വേണം നല്ലതുപോലെ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? അവിടെ നല്ലൊരു മാർക്ക് ചെയ്യും. ഇതുമാതിരി ചോക്ക് ഉപയോഗിച്ച് അതിന്റെ പൊസിഷൻസ് ഒന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ സെന്ററിലൊക്കെ വയ്ക്കുന്നത് വളരെ കറക്റ്റായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ പൈപ്പ് വെക്കുമ്പോൾ അങ്ങോട്ടെങ്കിലും വെക്കും. അപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രൂ ചെയ്യാനായിട്ട് അവിടെ ഒരു ഹോള് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇത് നമ്മൾ ഉടൻ സർഫസിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഉടൻ സർഫസിൽ ഒരു ഹോള് മേക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ ഒരു ടൂളുണ്ട്. ഇതിൻ്റെ പേര് പോക്കർ എന്നാണ്. പോക്കർ അതായത് സോഫ്റ്റ് സർഫസിലൊക്കെ ഒരു പിറ്റ് ഉണ്ടാക്കാനായിട്ട്, ഒരു ചെറിയൊരു പിറ്റ് ഉണ്ടാക്കാനായിട്ട്, ഒരു സ്ക്രൂ ഹോൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൊനൗളി എന്ന് പറയും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ മൊനൗളി എന്ന് പറയുന്ന ഒരു സാധനം. അതിൻ്റെ ടെക്നിക്കൽ നെയിം പോക്കർ എന്നാണ്. ഇതിന് 2 പാർട്ടുണ്ട്. ഒരു ഹാൻഡിലും ഉണ്ട്, ഒരു ബ്ലേഡും ഉണ്ട്. നമ്മളെപ്പോഴും ഈ ബ്ലേഡിൻ്റെ ലെങ്താണ് പറയുന്നത്. ഇതിനെ നമ്മൾ ബ്ലേഡ് എന്നാണ് പറയുന്നത്. ഈ ബ്ലേഡിൻ്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത്രയാണ് പറയുന്നത്. അതാണ് അതിൻ്റെ സൈസ്. അപ്പോൾ ഇത് 10 സെൻറ്റിമീറ്ററാണ്. അതായത് 100 mm ആണ് ഇതിൻ്റെ ബ്ലേഡിൻ്റെ ലെങ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പോക്കർ വിത്ത് ഇൻസുലേറ്റഡ് ഹാൻഡിൽ ഹാവിങ് ബ്ലേഡ് ലെങ്ത് ഓഫ് 100 സെൻറ്റിമീറ്റർ. അതാണ് ഇതിൻ്റെ 10 സെൻറ്റിമീറ്റർ 100 mm ഓർ 10 സെൻറ്റിമീറ്റർ. ഏതെങ്കിലും ഒരളവ് വേണം നമ്മളെപ്പോഴും ഫോളോ ചെയ്യാനായിട്ട്. 1 സെൻറ്റിമീറ്റർ പറയുക, അല്ലെന്നുണ്ടെങ്കിൽ MM പറയും. ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ തെറ്റുന്ന പോലെ, ഞാൻ മാറി പറയുന്ന പോലെ നിങ്ങൾക്ക് മാറിപ്പോകും. അപ്പോൾ ഇതിൻ്റെ ബ്ലേഡിൻ്റെ ലെങ്ത് 10 സെൻറ്റിമീറ്റർ. ഇതാണ് ഇൻസുലേറ്റഡ് ഹാൻഡിൽ. അപ്പോൾ ഇലക്ട്രിക്കൽ ടൂളും ബാക്കി ടൂളുമായിട്ടുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഇലക്ട്രിക്കൽ ടൂളിൽ എപ്പോഴും നമ്മൾ പറയേണ്ടത് ഇൻസുലേഷന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് ഇൻസുലേറ്റഡ് ഹാൻഡിൽ അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് സ്ക്രൂ ഡ്രൈവർ, അങ്ങനെ നമ്മൾ എപ്പോഴും പറയണം. അതായത് നമ്മുടെ ഈ പോക്കർ ചെയ്യുന്ന ഈ ബ്ലേഡിൻ്റെ ഈ പാർട്ട് പോലും ഇൻസുലേറ്റ് ചെയ്തിരിക്കണം എന്നാണ് നമ്മൾ നിയമം പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻസുലേറ്റഡ് ഹാൻഡിൽ. അല്ലാതെ ഇൻസുലേഷൻ ഇല്ലാത്തൊരു ഹാൻഡിലാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മറ്റ് മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു വിഷയം അത് ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്കത് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഹാൻഡിലിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ ശരിക്കും നോട്ട് ഔട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതിനെ പോക്കർ ചെയ്ത് താഴ്ത്താൻ വേണ്ടിയിട്ട് ഒരു ഉടൻ മാലറ്റ് നമ്മൾ ഉപയോഗിക്കും. ഇതാണ് ഉടൻ മാലറ്റ്. ഈ ഉടൻ മാലറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിന് ഗ്രാമിലാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ മൊത്തത്തിൽ ഈ ഹാമറിങ് പീസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 280 ഗ്രാമാണ്. അപ്പോൾ ഈ ഉടൻ മാലറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ പാർട്ടിൻ്റെ, അതായത് ഈ ഹാമറിങ് പീസിൻ്റെ സൈസാണ്, വെയിറ്റാണ് നമ്മൾ ഇതിൻ്റെ സൈസായിട്ട് പറയുന്നത്. അപ്പോൾ 280 ഗ്രാമിൻ്റെ ഒരു ഉടൻ മാലറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ മാലറ്റ് ഈ പോക്കറും വെച്ചിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ആദ്യം ഇങ്ങനെ ഒന്ന് തട്ടും, പിന്നെ നമ്മൾ പോക്കറൊന്ന് കറക്കും, വീണ്ടും തട്ടും, പോക്കറൊന്ന് കറക്കും, നമ്മൾ തട്ടി ഒന്ന് കറക്കി നമ്മുടെ സ്ക്രൂ ഒന്ന് കയറിയിരിക്കണം. ആ സൈസിന് നമ്മളൊരു പഞ്ച് അവിടെ ഉണ്ടാക്കും. ഇതിനെ നമ്മൾ പോക്കറിങ് ആണ് ഇതിൻ്റെ ടെക്നിക്കൽ ടൈം. ഇപ്പം ചെയ്ത ജോബിൻ്റെ പേര് പോക്കറിങ് എന്നാണ്. അപ്പോൾ നമ്മുടെ പോക്കറിങ് കഴിഞ്ഞു. അവിടെ ഒരു സൈഡിൽ നമ്മൾ ചെയ്തോളൂ, തൊട്ട് താഴെ നമ്മൾ പോക്കറിങ് ചെയ്യുന്നു. പോക്കറിങ് ഈസ് ഓവർ. അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾ ഈ പൈപ്പ് അങ്ങോട്ട് വെക്കുന്നു. പൈപ്പിൻ്റെ പൈപ്പിന് ശേഷം നമ്മുടെ സാഡിനെ അങ്ങ് സ്ക്രൂ ചെയ്യും.
സ്ക്രൂ ചെയ്യുമ്പോൾ മുഴുവൻ സ്ക്രൂ ചെയ്യില്ല, ഒരു 1/3% സ്ക്രൂ ചെയ്യും. ഇനിയും കാണാം, വർക്ക് ഇനി ഒരുപാട് ഉണ്ട്. സ്ക്രൂ ചെയ്ത് വയ്ക്കുക, താഴെ അതുപോലെ സ്ക്രൂ ചെയ്യും, എല്ലാ ഭാഗത്തും സ്ക്രൂ ചെയ്ത് വയ്ക്കും.